ആ മോളാ ഇതാ ചായ. ചായയാ? ചായ ഒന്നും ഞാൻ രാവിലെ കുടിക്കയില്ല, ഞാൻ പാലേ കുടിക്കുകയുള്ളൂ. എന്നാ പിന്നെ ഇത് ഓനെ കൊണ്ട് കൊടുത്തേ. എന്തിന്? എനിക്ക് ഇത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. അവനവന്റെ കാര്യം അവനവൻ നോക്കിക്കൊള്ളണം. ആ പിന്നെ എന്നെ മോളേന്നൊന്നും വിളിക്കണ്ട, എനക്കൊരു പേരുണ്ട്, മീര. അങ്ങനെ വിളിച്ചാൽ മതി, കേട്ടല്ല? ആ നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? വീടൊക്കെ എങ്ങനെയുണ്ട്? വീടോ? ഇതാണോ വീട്? സത്യം പറയാലോ അജിത്, എനിക്ക് ഈ വീട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. റൂമിലൊരു AC ഇല്ല, ബാത്റൂമിലൊരു ഹീറ്റർ ഇല്ല. നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നേ? കിച്ചണിലേക്കാണെങ്കിൽ എനിക്ക് പോകാനേ തോന്നില്ല. അതെ, ആ നമ്മളെ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കണേ. അതെന്തിനാ നീ അമ്മയുടെ റൂം ക്ലീൻ ചെയ്യാൻ പറയുന്നേ? എനിക്ക് ക്ലീൻ ചെയ്തൂടെ റൂം? എന്ത് നോൺസെൻസ് അജിത്ത് പറയുന്നേ? ഞാൻ റൂം ക്ലീൻ ചെയ്യാനോ? എനിക്കിതൊന്നും അറിയില്ല. എന്റെ വീട്ടിലെ സർവൻസാ റൂം ക്ലീൻ ചെയ്യാറ്. ഇനി മുതൽ നീയും കൂടിയല്ലേ ഇവിടുത്തെ പണിയെല്ലാം ചെയ്യണ്ടേ? ഞാനോ? ഞാൻ ചെയ്തു തന്നെ ട്ടാ. അജിത്ത് ഒന്നിങ്ങ് വന്നേ. ആ എന്താ മീര? ഇത്ര ലോ ക്വാളിറ്റി ഡ്രസ്സാണോ എനക്ക് വേണ്ടി വാങ്ങി വെച്ചേ? ഞാൻ ഇങ്ങനത്തതൊന്നും ഇടാറില്ല. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? നല്ല ഡ്രസ്സല്ലേ? എന്റെ വീട്ടിലെ സർവൻസ് പോലും ഇതിനേക്കാളും നല്ല ഡ്രസ്സാ ഇടാറ്. ആ മമ്മി, എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു വിടുവോ? ഇവരിവിടെ വാങ്ങിച്ചതൊക്കെ തല്ലിപ്പൊളി ഡ്രസ്സാ, എനക്കൊന്നും ഇടാൻ പറ്റുന്നില്ല. നമ്മളെ വീട്ടിലെ സർവൻസ് പോലും ഇടൂല ഇങ്ങനത്തെ ഡ്രസ്സ്. ആ ശരി മമ്മി. അതെ, ഇനി എന്റെ ഡ്രസ്സ് ഞാൻ തന്നെ പോയി വാങ്ങിക്കോളാം. നിങ്ങൾ വെറുതെ വാങ്ങി ബുദ്ധിമുട്ടണ്ട കേട്ടോ. ആ മോളെ, ചോറുണ്ടേ? 2 മണിയായില്ലേ? അജിത്തിനെ കാത്തിക്കുന്നുണ്ട്. ഫുഡ് എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ കഴിച്ചോളൂ. ഇങ്ങോട്ട് കയറി വന്ന് ഭരിക്കാനൊന്നും ആരും വരണ്ട. പിന്നെ ഒരു കാര്യം, എന്റെ പെർമിഷൻ ഇല്ലാണ്ട് റൂമിലേക്ക് കയറി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ ആരായാലും ശരി, മനസ്സിലായില്ലല്ലോ? കൾച്ചറില്ലാത്ത വർഗം. മീരേ, നീ എന്ത് വർത്താനം അമ്മയോട് പറയുന്നേ? ഇങ്ങനെയാണോ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കണ്ടേ? എന്നെ മര്യാദ പഠിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട. ഒന്ന് പോയാട്ടെ എല്ലാരും ഇവിടുന്ന്. ഒരു സെന്റിമെന്റ്സിന്റെ പേരിൽ മാത്രം ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത്. അതിപ്പോ വേണ്ടെന്ന് എനിക്ക് തോന്നും. ഇവിടെ പറഞ്ഞത് കേട്ടല്ലോ, ചേരുന്നതേ ചേരൂ. ഏച്ചു കെട്ടിയാൽ അത് മുളച്ചിരിക്കും. ഡാഡി, ഞാനിവിടെ ഒട്ടും കംഫർട്ടല്ല. ഡാഡിയുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചേ. ഡാഡി പങ്കെടുത്ത ഒറ്റ വാക്കിന്റെ പേരിൽ സ്പോയിലായത് എൻ്റെ ലൈഫാ.